നമസ്കാരം പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് വീണ്ടും സ്വാഗതം. 2024 വർഷത്തെ വിഷു ഫലങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് മലയാള വർഷം അല്ലെങ്കിൽ കൊല്ലവർഷം 1199 മേടമാസം 1-ാം തീയതി മുതൽ അടുത്ത ഒരു വർഷത്തേക്കുള്ള ഫലങ്ങളാണ്, വിഷു സംക്രമത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഫലങ്ങളാണ് പറയുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ തിരുവോണം, അവിട്ടം, ചതയം ഈ 3 നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം മേഷസംക്രാന്തി അല്ലെങ്കിൽ മേടസംക്രമം എന്ന് പറയുന്നത് സൗര കലണ്ടറിൻ്റെ, ഇന്ത്യൻ സൗര കലണ്ടറിൻ്റെ ആരംഭമാണ്. സൗര കലണ്ടർ തുടങ്ങുന്നത് മേടം 1-ാം തീയതിയാണ്. നമുക്ക് ഓരോരോ ഫലങ്ങളായിട്ട് നോക്കാം. തിരുവോണ നക്ഷത്രം മകരക്കൂറിൽ ഉൾപ്പെടുന്ന നക്ഷത്രമാണ്. തിരുവോണം നക്ഷത്രക്കാർക്ക് പൂർണ്ണമായിട്ടും ഗുണകരമല്ല വിഷുഫലം. നമ്മൾ ഈ വിഷുഫലം കണക്കാക്കുന്നത് വിഷു സംക്രമത്തിൻ്റെയും തുടർന്നുള്ള വിവിധ ഗ്രഹചാരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. ഗ്രഹചാരം എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തിന് പറയുന്ന ജ്യോതിഷ പദമാണ് ഗ്രഹചാരം എന്ന് പറയുന്നത്. അപ്പോൾ തിരുവോണം നക്ഷത്രക്കാർക്ക് ബന്ധുജനങ്ങളിൽ നിന്ന് വിരോധമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കലഹങ്ങൾ, കേസുകൾ, വഴക്കുകളൊക്കെ നേരിടേണ്ടി വന്നേക്കാം. തൊഴിൽപരമായിട്ടും അല്പം ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്ന കാലഘട്ടമാണ്. ഏഴരശനിയുടെ സമയമാണ് ഈ തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ച്. ഏഴരശനിയുടെ ഭാഗമായിട്ട് വരുന്ന കാലമായതുകൊണ്ട് തന്നെ അവർക്ക് പല വിധത്തിലുള്ള മനപ്രയാസം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ജോലിയിൽ മാറ്റമുണ്ടാകാം. എന്നാൽ ഈ പ്രതിസന്ധികൾ നേരിടുമ്പോൾ ആത്മവിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്നുള്ളത് ഇതിൻ്റെ ഗുണകരമായ ഒരു വശമാണ്. നമ്മൾ ഓരോരോ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി വന്നത് പരിഹരിക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ കഴിവ് തിരിച്ചറിയുന്നത്. അപ്പോൾ അതിനുള്ള ഒരു യോഗം തിരുവോണ നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് ഉണ്ടാകും. നമ്മളുടെ നല്ല രീതിയിലുള്ള പെരുമാറ്റം കൊണ്ട് മറ്റുള്ളവരുമായിട്ട് നല്ല അടുപ്പം സ്ഥാപിക്കാനും സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും അതുമൂലം ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും. വിവാഹം ആലോചിക്കുന്നവർക്ക് മനസ്സിനിണങ്ങിയ പങ്കാളിയെ ലഭിക്കും. പിതൃസ്ഥാനീയർക്കോ പിതാവിനോ അരിഷ്ടതകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. സൗമ്യമായ പെരുമാറ്റം ശീലിക്കുന്നത് വളരെ നന്നായിരിക്കും. സംഘർഷങ്ങൾ നല്ലൊരു പരിധിവരെ ഒഴിവാക്കാനും ഈ സമയത്ത് സാധിക്കും. വാഹന സംബന്ധമായിട്ട് ചെലവുകൾ വർദ്ധിക്കുന്ന സമയമാണ്. വർഷത്തിൻ്റെ മധ്യം കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയമാണ്. മനപ്രയാസങ്ങൾ ഉണ്ടായേക്കാം. അതുപോലെ വർഷത്തിൻ്റെ മധ്യത്തിന് ശേഷം ദാമ്പത്യ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. നമ്മൾ ആ വർഷഫലം മുഴുവനായിട്ട് എടുക്കുമ്പോഴാണ് ഈ ബന്ധുജന കലഹം എന്ന് പറയുന്ന അനുഭവം ഉണ്ടാകുന്നത്. അത് വർഷത്തിൻ്റെ 2-ാമത്തെ പകുതിയിലാണ് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ള കാലഘട്ടം. അടുത്ത ബന്ധുക്കളുമായിട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. തൊഴിൽ രഹിതർക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ സഹായം ഇടയ്ക്കിടെ ലഭിച്ചുകൊണ്ടിരിക്കും. പല പ്രതിസന്ധികളിലും നമുക്ക് മറ്റുള്ള ആൾക്കാരുടെ സഹായം കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ ഈ പ്രതിസന്ധികൾ വരുമ്പോഴാണ് നമ്മൾ പല വഴികളും തേടുന്നത്. പല വഴികളും അപ്പോൾ തുറന്നു വരും. അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുമൂലം മനപ്രയാസം ഉണ്ടാകാം. വിദേശ ജോലിക്ക് സാധ്യതയുണ്ട്. പക്ഷേ വിദേശ ജോലിക്ക് വേണ്ടി അവിടെ എത്തിക്കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ തന്നെയുള്ള കുറേ കാര്യങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്തിൻ്റെ ഫലമാണ്, നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക കാലത്തിൻ്റെ ഫലങ്ങളായതുകൊണ്ട് നമ്മൾ എവിടെ പോയാലും അത് നേരിടേണ്ടി വരും എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. എപ്പോഴും അനാവശ്യ തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക, സ്വദേശത്താണെങ്കിലും വിദേശത്താണെങ്കിലും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൽ അലസത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് സാമാന്യമായിട്ട് പറയാനുള്ള ഗുണദോഷ ഫലങ്ങൾ. അതിനകത്ത് ഗുണമെന്ന് പറയുന്നത്, ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് പ്രതിസന്ധികളിൽ കൂടെ കടന്നുപോയി ആത്മവിശ്വാസം വർദ്ധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാവുന്നത് ഹനുമാൻ സ്വാമിയെ ഭജിക്കുക എന്നുള്ളതാണ്. ശനിദോഷങ്ങൾ മാറാനും ആത്മവിശ്വാസം വർദ്ധിക്കാനും തടസ്സങ്ങൾ മാറാനും ഒക്കെ വളരെ ഗുണകരമാണ് ഹനുമാൻ സ്വാമിയെ ഭജിക്കുക എന്നുള്ളത്. അപ്പം ക്ഷേത്ര ദർശനം നടത്തുക, വെറ്റിലമാല സമർപ്പിക്കുക, നെയ്യ് അല്ലെങ്കിൽ നെയ്വിളക്ക് സമർപ്പിക്കുക, വെണ്ണ സമർപ്പിക്കുക, അല്ലെങ്കിൽ അർച്ചനകളുണ്ട്, വിവിധ അർച്ചനകളുണ്ട്, അത് സമർപ്പിക്കുക. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാവുന്ന ചെറിയ ചെറിയ വഴിപാടുകളാണ്. അപ്പോൾ അതിലൂടെ ഈ ദോഷങ്ങൾ മാറിപ്പോവും. പിന്നെ അവൽ സമർപ്പിക്കാം, പഴം സമർപ്പിക്കാം, കദളിപ്പഴം,
പൂവൻപഴം ഒക്കെ സമർപ്പിക്കാം. ഓരോരോ ക്ഷേത്രത്തിൽ ഓരോ രീതിയിലാണ് വഴിപാടുകൾ ചെയ്യുന്നത്. അപ്പോൾ അതിലേതാണ് നമുക്ക് നമ്മുടെ ആവശ്യം നിറവേറ്റാൻ ഏത് വഴിപാടാണ് നിശ്ചയിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ അത് ചെയ്യുക, മനസ്സർപ്പിച്ച് പ്രാർത്ഥിക്കുക. അടുത്തത് അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രം 2 കൂറുകളിലായിട്ടാണ് വരുന്നത്. അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പകുതി മകരക്കൂറിലും രണ്ടാമത്തെ പകുതി കുംഭക്കൂറിലുമാണ്. അപ്പോൾ ഈ മകരവും കുംഭവും ശനിയുടെ ആധിപത്യമുള്ള രാശികളാണ്. അപ്പോൾ അവിട്ട നക്ഷത്രക്കാർക്കും ഈ പറഞ്ഞ പോലെ 7.5 ശനിയുടെ കാലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പല വിധത്തിലുള്ള മനപ്രയാസങ്ങളും ഉണ്ടാകാം, പ്രതിസന്ധികളുമൊക്കെ നേരിടേണ്ടി വരാം. 7.5 ശനിയുടെ അവസാന ഭാഗമാണ് ഈ മകരക്കൂറുകാർ അനുഭവിക്കുന്നത്. കുംഭക്കൂറിൽപ്പെട്ട ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 7.5 ശനി തുടരുകയാണ്, അവരുടെ മധ്യഭാഗമാണ്. എന്തെല്ലാമാണ് അനുഭവങ്ങളെന്ന് നോക്കുമ്പോൾ നേരത്തെ തിരുവോണം നക്ഷത്രക്കാരുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ തർക്കങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, കേസുകൾ, ചെറിയ തോതിലുള്ള അപകടങ്ങൾ ഒക്കെ സംഭവിക്കാനുള്ള സാധ്യത അവിട്ട നക്ഷത്രക്കാർക്ക് ഉണ്ടാകും. ധനനഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്ത്രീകൾ മുഖാന്തരമുള്ള അപമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകൾ മാറ്റിവെക്കുക, ഒഴിഞ്ഞു നിൽക്കുക. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ സമീപത്തേക്ക് വന്നു കഴിഞ്ഞാൽ തൽക്കാലം അവരെ ഒന്ന് മാറ്റി നിർത്തുക. എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും അനാവശ്യമായ കൂട്ടുകെട്ടുകൾ ഈ സമയത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. വീട്ടിൽ നിന്നും മാറി നിൽക്കേണ്ട അവസ്ഥ സംജാതമാകും. സാമ്പത്തികമായിട്ട് വിചാരിക്കുന്ന രീതിയിലുള്ളൊരു പുരോഗതി നേടാൻ ബുദ്ധിമുട്ടാണ്. ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം പല തിരിച്ചടികളും നേരിടേണ്ടി വരും. നല്ല സമയമല്ല. പിന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. അനാവശ്യമായ ധനനഷ്ടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉള്ള മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. എപ്പോഴും പണമിടപാടുകളിൽ കൃത്യമായ രേഖകൾ സൂക്ഷിക്കുക. അതുപോലെ തന്നെ പണം കൃത്യസമയത്ത് കൊടുക്കുക. നമുക്ക് തരാനുള്ളവരുടെ കയ്യിൽ നിന്നും അത് കൃത്യസമയത്ത് ചോദിച്ചു വാങ്ങിയെടുക്കുക. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വ്യാപാരത്തിലാണെങ്കിലും ഒരു സമയനിഷ്ഠ പുലർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. സഹപ്രവർത്തകർ നിമിത്തമായിട്ട് മനോവിഷമങ്ങൾ ഉണ്ടാകും. കാലാവസ്ഥ വ്യത്യാസം മൂലമുള്ള രോഗസാധ്യതകൾ, പ്രത്യേകിച്ച് ശ്വാസകോശ രോഗങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട പല രോഗങ്ങൾക്കുള്ള സാധ്യത ഉണ്ട്. പല വിധത്തിലുള്ള സാഹസിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള ഒരു ടെൻഡൻസി, ഒരു ത്വര ഉണ്ടാകും, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകും. പക്ഷെ അതൊക്കെ സാഹചര്യങ്ങളനുസരിച്ച് നോക്കിയും കണ്ടും ചെയ്യുക. അവനവൻ്റെ ആരോഗ്യം കൂടെ ശ്രദ്ധിക്കുക. അതാണ് ആ കാര്യത്തിൽ സൂക്ഷിക്കാനുള്ളത്. പിന്നെ കുടുംബ ബന്ധത്തിൽ തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകാം. ധനപരമായിട്ട് വിഷമതകൾ ഉണ്ടാകാം. അതുപോലെ തന്നെ കൂട്ടു ബിസിനസ്സുകളിൽ നിന്ന് തിരിച്ചടികൾ ഉണ്ടാകാം. ആ സമയത്ത് തർക്കങ്ങളും വഴക്കുകൾക്കൊന്നും പോകാതെ കഴിയുന്നത് സമാധാനപരമായിട്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രദ്ധിക്കുക. വിവാഹ ആലോചനകളിൽ തീരുമാനം ഉണ്ടാകും. ഭക്ഷണസുഖം ലഭിക്കും. അത് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിലൂടെയുള്ള സദ്യയും മറ്റും ലഭിക്കുന്നതാണ്. ആലോചനയില്ലാതെ പ്രവർത്തിക്കുന്നതാണ് പലപ്പോഴും അബദ്ധങ്ങൾക്ക് കാരണമാകുന്നത്. ഈ സമയത്ത് അങ്ങനെ പ്രവർത്തിക്കാനുള്ള ഒരു ഉത്സാഹം ഉണ്ടാകും. ഒന്നും ആലോചിക്കാതെ മുൻപിൻ നോക്കാതെ എടുത്ത് ചാടുന്ന ഒരു രീതി ഈ സമയത്തുണ്ടാകും. അതിനെ ഒന്ന് നിയന്ത്രിക്കുക. തൊഴിൽ രംഗത്ത് മടുപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കളുടെ പെരുമാറ്റം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും, മനപ്രയാസം ഉണ്ടാക്കും. ബന്ധുജനങ്ങളുമായിട്ടുള്ള അഭിപ്രായ ഭിന്നത ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും. സന്താനങ്ങളെ സംബന്ധിച്ച് അനുകൂല കാലമാണ്. സന്താനങ്ങളുടെ രോഗങ്ങളൊക്കെ മാറി അവർക്ക് ആരോഗ്യം സിദ്ധിക്കുന്ന സമയമാണ്. നേരത്തെയുള്ള നിക്ഷേപങ്ങളിൽ നിന്ന് കുറേ നേട്ടങ്ങൾ ലഭിക്കും. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് ദാരിദ്ര്യത്തിലേക്ക് പോകാൻ സാധ്യതയില്ല. നേരത്തെ നിക്ഷേപം നടത്തിയിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ സമയത്ത് അതിൽ നിന്നുള്ള റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ ആ തുക നല്ലൊരു എമൗണ്ടായിട്ട് പലിശ ഉൾപ്പെടെ അല്ലെങ്കിൽ ഷെയറിലൊക്കെ മുടക്കിയിരിക്കുന്നവർക്ക് ഇപ്പോൾ ഷെയർ മാർക്കറ്റിലെ ലാഭം ഉൾപ്പെടെ നല്ലൊരു തുകയായിട്ട് തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. സർക്കാരിൽ നിന്നും പലവിധ ആനുകൂല്യങ്ങൾ കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ശനിയുടെ രാശിയാണ്. അവർ ശാസ്താവിനെ പ്രാർത്ഥിക്കുക, പ്രത്യേക വഴിപാടുകൾ ചെയ്യുക, നീരാഞ്ജനം സമർപ്പിക്കുക. ഇതൊക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. എള്ള് തിരി തെളിയിക്കുക, എള്ള് പായസം സമർപ്പിക്കുക. അങ്ങനെ നമ്മുടെ വഴിപാടുകൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഏറ്റവും ഗുണകരമാണ്. അതോടൊപ്പം തന്നെ ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നതും ഏറ്റവും നല്ലതാണ്. ശനിദോഷമാണ് പ്രധാനമായിട്ടും നമുക്ക് മാറ്റാനുള്ളത് ഈ ഒരു കാലത്ത്, വർഷത്തിൽ. പിന്നെ വിഷു സംക്രമത്തിൻ്റെ ഫലം നോക്കുമ്പോഴത്തേക്കും വലിയ
ഭീകരമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ല എങ്കിൽ പോലും മനപ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, സൗഹൃദത്തിലൂടെയുള്ള അപകടങ്ങൾ ഒക്കെ സംഭവിക്കാം. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കാനായിട്ട് മഹാദേവനെ കൂടെ പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണകരമാണ്. ആരോഗ്യ പ്രശ്നങ്ങളും അപകടങ്ങളും ഒന്നും ഉണ്ടാകാതിരിക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ ഭദ്രകാളി ദേവിക്ക് പട്ട് സമർപ്പിക്കുന്നതും നല്ലതാണ്. അപകടങ്ങളിൽ നിന്ന്, അതായത് വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാൻ അത് വളരെ നല്ലതാണ്. അവിട്ടത്തിൽ പകുതി ഭാഗം കുംഭക്കൂറിലാണ് വരുന്നത്, അവസാനത്തെ പകുതി. അവരെ സംബന്ധിച്ചിടത്തോളം കുറേ മാറ്റങ്ങൾ ഉണ്ടാകും. അവർക്ക് പുതിയ വീട് വയ്ക്കാനൊക്കെ സാധിക്കുന്ന കാലമാണ്. അവർക്ക് ഏഴരശനിയുടെ കാലമാണെങ്കിൽ പോലും മൂലത്രികോണ ക്ഷേത്രത്തിൽ നിൽക്കുന്ന ശനി ആയതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടും കുംഭക്കൂറുകാർക്ക്. അപ്പം അങ്ങനെ തീരെ മോശം എന്ന് പറഞ്ഞുകൂടാ, കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. കാരണം അവിടുത്തെ നക്ഷത്രത്തിൻ്റെ സ്വഭാവം കൂടി എടുക്കുമ്പോഴത്തേക്കും ഈ അപകടങ്ങളും ആലോചിക്കാതെയുള്ള പ്രവർത്തനം കൊണ്ടുള്ള ധനനഷ്ടം ഒക്കെ കുംഭക്കൂറിൽപ്പെട്ട അവിടുത്തെ നക്ഷത്രക്കാർക്കും ഉണ്ടാകാം. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് വിചാരിക്കുന്ന രീതിയിലുള്ളൊരു പുരോഗതി നേടാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടാകാം. എങ്കിൽ പോലും വീട് വെക്കാൻ അല്ലെങ്കിൽ വീട് പണി പൂർത്തിയാക്കാൻ, മക്കളുടെ വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളിൽ കുംഭക്കൂറുകാർക്ക് ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചും ഈ പറഞ്ഞ വഴിപാടുകൾ ചെയ്യുന്നത്, ശനിദേവനെ പ്രീതിപ്പെടുത്താനുള്ള വഴിപാടുകൾ, തടസ്സം മാറാനുള്ള വഴിപാടുകളൊക്കെ ചെയ്യുന്നത് ഗുണകരമാണ്. അടുത്ത ചതയൻ നക്ഷത്രമാണ്. ചതയൻ നക്ഷത്രം കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രമാണ്. അവർക്കും ഏഴരശനിയുടെ കാലമാണ്. അപ്പോൾ അവർക്കും ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബാധകമാണ്. ജോലിയിലെ തടസ്സങ്ങൾ, സുഹൃത്തുക്കളിൽ നിന്നുള്ള വേദനിപ്പിക്കുന്ന പെരുമാറ്റം, പക്ഷിമൃഗാദികളിൽ നിന്നുള്ള ഉപദ്രവം, ജോലിയിലെ തടസ്സങ്ങൾ അല്ലെങ്കിൽ കേസുകൾ, ബന്ധുക്കളുമായിട്ടുള്ള തർക്കങ്ങൾ, ഇതൊക്കെ അവർക്കും നേരിടേണ്ടി വരാം. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന പ്രവൃത്തികളിൽ, അതായത് വ്യാപാരങ്ങളൊക്കെ തന്നെത്താൻ തുടങ്ങി ചെയ്യുന്ന പ്രവൃത്തികളിൽ നഷ്ടം നേരിടാനുള്ളൊരു സാധ്യതയും ചതയൻ നക്ഷത്രക്കാർക്ക് ഉണ്ട്. അതുപോലെ തന്നെ പ്രധാന ജോലിയിൽ നിന്ന് അവധിയെടുത്ത് മാറി നിൽക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകാം എന്തെങ്കിലും കാരണം കൊണ്ട്. നമ്മൾ ലാഭം ഉദ്ദേശിച്ച് ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും പൂർണ്ണമായ വിജയം സിദ്ധിക്കണമെന്നില്ല. ബന്ധുഗുണം ലഭിക്കുകയില്ല. ബന്ധുക്കളിൽ നിന്ന് സഹായം ആവശ്യമുള്ള സമയത്ത് അവർ ചിലപ്പോൾ സഹായിച്ചെന്ന് വരികയില്ല. സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ധാരാളം പണം മുടക്കേണ്ട അവസ്ഥയും ഉണ്ടാകും. എന്നാൽ അതേസമയത്ത് മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കാൻ സാധിക്കും. ധാരാളം യാത്രകൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മാതാവിനോ മാതൃജനങ്ങൾക്കോ അരിഷ്ടത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് മറ്റുള്ളവർ ഇടപെടുന്നത് കൊണ്ട് മനപ്രയാസമുണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് അരോചകമായിട്ടത് അനുഭവപ്പെടും മറ്റുള്ളവരുടെ ഇടപെടലുകൾ. ഈ വർഷത്തിൻ്റെ മധ്യത്തിന് ശേഷം സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും സ്വത്ത് വിഭജിക്കുന്നതിൽ, പിതൃസ്വത്തും മാതൃസ്വത്തൊക്കെ വിഭജിക്കുന്നതിൽ തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരു പരിധിവരെ ഭിന്നത ശമിക്കും. ബന്ധുക്കളുമായിട്ടുണ്ടായിരുന്ന വഴക്കുകളൊക്കെ മാറി അനുരഞ്ജനത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. എന്നാൽ ധനസംബന്ധമായിട്ട് കുറേ അലച്ചിലുകൾ ഉണ്ടാകും. പണം നമുക്ക് കിട്ടാനുള്ളത് വാങ്ങിച്ചെടുക്കാനോ, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കാനുള്ളവരെ നിരന്തരം നമ്മളെ ശല്യപ്പെടുത്തുന്നത് കൊണ്ടോ, അപ്പോൾ നമ്മൾ വേറെ വഴികൾ തേടേണ്ടി വരുമല്ലോ. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ധനത്തിൻ്റെ ആവശ്യകത നമ്മളെ ബുദ്ധിമുട്ടിക്കും. എന്നാൽ ഇൻ്റർവ്യൂ, മത്സര പരീക്ഷകൾ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ പങ്കെടുക്കുന്നവർക്ക് വിജയസാധ്യത ഉണ്ട്. ശനി പൂർണ്ണമായിട്ടും നമ്മളെ ഉപദ്രവിക്കും എന്ന് വിചാരിക്കേണ്ട. ചില കാര്യങ്ങളിൽ ഗുണം ചെയ്യും. കൃഷി കാര്യങ്ങളിൽ കുറേയേറെ ഗുണമുണ്ടാകും. അതുപോലെ തന്നെ വിദേശയാത്രയ്ക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും. സന്താനങ്ങൾ ഗുണകരമായിട്ട് സന്താനങ്ങൾക്ക് അനുഭവങ്ങളുണ്ടാകും. അല്ലെങ്കിൽ അവർ പണം മുടക്കി നമ്മുടെ വീട് പുതുതായിട്ട് വെക്കാനോ പൂർത്തിയാക്കാനോ ഒക്കെയുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ ചതയൻ നക്ഷത്രത്തിന് നമ്മുടെ ചതയൻ നക്ഷത്രക്കാരുടെ ഫലം നോക്കുമ്പോഴത്തേക്കും അത്ര ഗുണകരമല്ല. ചില മാനസിക പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. എങ്കിൽ പോലും കുട്ടികളെ സംബന്ധിച്ച് അവരുടെ സന്താനങ്ങൾ മുഖേന ആ കുടുംബത്തിന് ഗുണം ഉണ്ടാകും. അപ്പോൾ അവർ ശിവഭജനമാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഭസ്മാഭിഷേകം തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുക. മനപ്രയാസം കൂടുകയാണെങ്കിൽ ജലധാര നടത്തുക, അർച്ചനകൾ നടത്തുക, ത്രയംബക പുഷ്പാഞ്ജലി നടത്തുക. അപ്പോൾ ഇതിലൂടെയൊക്കെ അവർക്ക് തടസ്സങ്ങൾ മാറാനും മനപ്രയാസങ്ങൾ മാറാനും രോഗങ്ങൾ മാറാനും ഒക്കെ ഉള്ള അനുഗ്രഹം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരല്പം ശ്രദ്ധ വേണം.
ഭദ്രകാളി ദേവിക്ക് വഴിപാടുകൾ ചെയ്യുക, പട്ട് സമർപ്പിക്കുകയോ അർച്ചന ചുവന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചന ചെയ്യുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ വിരോധികളായ ആൾക്കാരിൽ നിന്നും കുറച്ച് ഉള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭദ്രകാളിക്കും കൂടെ വഴിപാട് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. പഠിക്കുന്ന വിദ്യാർത്ഥികൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് വഴിപാട് ചെയ്യുക, പഞ്ചാമൃതം സമർപ്പിക്കുക. അത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു 3 പക്കപ്പുറനാൾ ദിവസങ്ങളിൽ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. വിദ്യാരംഗത്ത് നല്ല ഉയർച്ചയ്ക്ക് സാധ്യതയുള്ള ഒരു വഴിപാടാണ് പഞ്ചാമൃതം എന്ന് പറയുന്നത്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ അതൊന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് നമുക്ക് തിരുവോണം, അവിട്ടം, ചതയം ഈ 3 നക്ഷത്രങ്ങളുടെ വിഷു ഫലമായിട്ട് പറയാനുള്ളത്. വിഷു ഫലവും അതോടൊപ്പം തന്നെ ഗ്രഹചാര ഫലങ്ങളും കൂടെ കണക്കിലെടുത്തിട്ടുണ്ട്, ഗ്രഹസഞ്ചാരം കൊണ്ടുള്ള ഫലങ്ങളും കൂടെ കണക്കിലെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ എടുത്തു ചാടി ഒന്നും ചെയ്യാതിരിക്കുക. ഈ 3 നക്ഷത്രക്കാരും ആലോചിക്കാതെ പ്രവർത്തിക്കുക എന്നുള്ളതിൽ നിന്ന് മാറി നിൽക്കുക. എപ്പോഴും ആലോചിച്ച് മാത്രം പ്രവർത്തിക്കുക. ഏതൊരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പും 2ഓ 3ഓ തവണ ആലോചിക്കുക. നമുക്ക് പരിചയമില്ലാത്തൊരു മേഖലയിലാണ് വ്യാപാരം ചെയ്യുന്നതെങ്കിൽ ആ രംഗത്ത് അനുഭവ പരിചയമുള്ള ആൾക്കാരുടെ ഉപദേശം തേടിയ ശേഷം മാത്രം ചെയ്യുക. അപ്പം ഈ ചാനൽ നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്നെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അപേക്ഷിക്കുന്നു. എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ജഗദീശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വിഷുക്കാലം അടുത്ത ഒരു വർഷം നിങ്ങൾക്ക് ഐശ്വര്യപൂർണ്ണമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.